ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മണ്ണാർക്കാട് പൂരമാണ്. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇന്ന് വലിയാറാട്ടാണ്. വലിയാറാട്ടിൽ ഇന്ന് ഇവിടെ ഒരു ചടങ്ങുള്ളത് കഞ്ഞി പാർച്ച എന്ന് പറഞ്ഞ ചടങ്ങാണ്. ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹ സദ്യ എന്നൊക്കെ പറയില്ലേ, അതിവിടെ കഞ്ഞി പാർച്ച രൂപത്തിലാണ് കൊടുക്കുന്നത്. അതിനെത്തിയ ജനങ്ങളും അതുപോലെ പുഴയുടെ തീരത്താണ് കൊടുക്കുന്നത്. നല്ല സൗകര്യത്തോടു കൂടി എവിടെ നിന്ന് വേണേലും കഴിക്കാം. പക്ഷേ നല്ല ജനത്തിരക്കാണ് ഇവിടെ ഉള്ളത്. ഒരു 50,000-ലധികം ആളുകൾക്കുള്ള കഞ്ഞിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ജനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാണാം, പൂരം കാണാം, മണ്ണാർക്കാട് പൂരം. കുന്തിപ്പുഴയുടെ തീരത്താണ് ഇവിടെ ആറാട്ട് നടക്കുന്ന കടവാണിത്. ഇതാണ് പന്തല്. പന്തലിക്ക് എത്തിയാലാണ് വെയിൽ കുറയുള്ളൂ. അങ്ങേ തലക്കിലാണിത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടല്ലോ ആളുകൾ ഇങ്ങനെ ക്യൂവില് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങടെ ക്യൂ ആണ്. അതിൽ വന്നിട്ടാണ് ഈ പന്തലിക്ക് കയറിയിട്ടാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. പ്രസാദം, പുഴുക്കും കഞ്ഞി. ഓക്കെ, അതാണ് ഇന്നത്തെ ചടങ്ങ്. ഹലോ ഗൈസ്, അപ്പം നമുക്ക് കഞ്ഞി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കഞ്ഞി എന്ന് പറയുന്നത്. കഞ്ഞിയും പുഴുക്കുമാണ്. ഇങ്ങനെയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക കേട്ടോ. പൊന്നുണ്ണി കഴിക്കൽ തുടങ്ങി. അത് നല്ല ഇഷ്ടമാണിത്. ഇതിനായിട്ട് അവൾ എന്നും പറയാറുണ്ട്, ഇങ്ങനത്തെ കഞ്ഞി വീട്ടിലടക്കം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. പക്ഷേ ഈ ഒരു സ്വാദ് നമ്മുടെ വീട്ടിലെ കഞ്ഞിക്ക് കിട്ടില്ല കേട്ടോ. നമ്മൾ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ പുഴുക്കും കഞ്ഞി, പുഴയുടെ തീരത്തിരുന്ന് കിട്ടുന്നത്. ഭക്തജന തിരക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്.
മൈലാഞ്ചി ഇടണം എന്നാ പൊന്നുണ്ണിക്ക്. ഏതാ ഉണ്ണിക്ക് വേണ്ടേ? അത് ഉണങ്ങട വരെ നൂറ്റിപ്പിടി 2 മിനിറ്റ് നൂറ്റിപ്പിടി. അമ്മ ഇതാ 113 അനി ഒതുങ്ങിയിരിക്കും. രണ്ടാളുടെയും കയ്യിൽ അങ്ങനെ വെച്ച് മണക്കല്ലേ. ഇനി കഴിഞ്ഞു. ഉണ്ണിയുടെ കയ്യിലിട്ടു. അതിന് മണം ഭയങ്കര ഇഷ്ടം. മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ.